വിദ്യാർത്ഥിനി ബലാത്സംഗം ചെയ്യപ്പെട്ട ചെന്നൈ അണ്ണൈ സർവകലാശാലയിൽ വലിയ വിദ്യാർത്ഥി പ്രതിഷേധം. സംഭവത്തിൽ ഒരാളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇന്നലെ രാത്രിയാണ് നടക്കുന്ന സംഭവമുണ്ടായത്. പള്ളിയിൽ പോയി മടങ്ങി വരവെ അജ്ഞാതരായ രണ്ടുപേർ ചേർന്ന് പീഡിപ്പിച്ചെന്നാണ് യുവതിയുടെ പരാതി. വിഷയത്തിൽ അടിയന്തര ഇടപെടൽ ഉണ്ടാകുമെന്ന് തമിഴ്നാട് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഗോവി ചെഴിയൻ അറിയിച്ചു. വിദ്യാർത്ഥി സംഘടനകളും വലിയ പ്രതിഷേധവുമായി. For a moment, all of us felt paralyzed. One of the safest places, Tamil Nadu capital, in the middle of Tamil Nadu capital, Chennai. And now, the CCTVs are not functioning. It only shows the current state of law and order in Tamil Nadu, the current state of administration in Tamil Nadu. പ്രതിപക്ഷ സംഘടനകളും ശക്തമായ നീക്കവുമായി രംഗത്തെത്തുകയാണ്. ചെന്നൈയിലെ ഈ സംഭവം ക്യാമ്പസുകളിൽ പോലും വിദ്യാർത്ഥികൾക്ക് സുരക്ഷയില്ല എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് പ്രതിപക്ഷ കക്ഷികൾ, പ്രത്യേകിച്ച് BJP അടക്കമുള്ളവർ രംഗത്ത് വരുന്നു. SFI അടക്കമുള്ള വിദ്യാർത്ഥി സംഘടനകളും അവിടെ കോളേജിന് മുന്നിൽ വലിയ പ്രതിഷേധമാണ്. கைது பண்ணாமே கைது செய்ய முடியாது. பெண்களோட பாதுகாப்பு அது சென்னை தலைமையில ஒரு கேள்வி இருக்குது சார். இந்த மாதிரி ஒரு இதுல டேட்டா பண்ணீங்கன்னா அதோட ஒரு வழக்கு பதிவு இதெல்லாம் கொடுப்பாங்க, அறிக்கையா கொடுப்பாங்க, அறிக்கையெல்லாம் கொடுப்பாங்க. புகார்தாரருக்கு காப்பி கொடுக்கப்பட்டுச்சு, புரியுதுங்களா? உங்களுக்கு அறிக்கையா கொடுக்கப்படுவாங்க. கொஞ்சம் ஓரமாக ஹெல்ப் അണ്ണാ യൂണിവേഴ്സിറ്റിക്ക് മുന്നിൽ വലിയ പ്രതിഷേധമാണ് അരങ്ങേറുന്നത്. ഇപ്പോൾ തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത്. സമരക്കാരും പോലീസും തമ്മിലുള്ള വാക്കേറ്റമാണ്. ശക്തമായ പ്രതിഷേധമാണ്. ക്യാമ്പസിനുള്ളിൽ വിദ്യാർത്ഥികൾക്ക് സുരക്ഷയില്ല എന്ന് ഉന്നയിച്ചുകൊണ്ടാണ് പ്രതിപക്ഷവും ഒപ്പം മറ്റ് വിദ്യാർത്ഥി സംഘടനകളും ഒക്കെ വലിയ പ്രതിഷേധം അവിടെ നടത്തുന്നത്. சார், மாணவி பாதிக்கப்பட்டிருக்காங்க, என்ன நடவடிக்கை எடுத்திருக்கோம் சார்? பண்ணிட்டு இருக்காங்க. இல்ல சார், ஒரே நிமிஷம். பேச்சுவார்த்தை சார். இப்ப போராட்டம் பண்றவங்களுக்கு என்ன சொல்றீங்க சார்? என்ன உறுதி அளிச்சிருக்கீங்க சார்? போராட்டத்தில் ஈடுபட்டவங்க என்ன உறுதி அளிச்சிருக்கீங்க சார்? சார், கலைந்து போக சொன்னாங்க, கலைந்து போறேன்னு சொன்னாங்களா சார்? சரி, அவங்க கைது பண்ண போறீங்களா சார்? അണ്ണാ യൂണിവേഴ്സിറ്റിയിലെ സംഭവത്തിൽ വലിയ പ്രതിഷേധമാണ്. പോലീസ് ഉദ്യോഗസ്ഥരോട് മാധ്യമപ്രവർത്തകർ പ്രതികരണം ആരാഞ്ഞിട്ടും പ്രതികരിക്കാൻ തയ്യാറാവുന്നില്ല. എന്തായാലും അവിടെ പ്രതിഷേധം തുടരുന്നു എന്നതാണ് സാഹചര്യം. മനു ഭരത്തു ചേരുന്നു. മനു, ഈ വലിയ പ്രതിഷേധമാണ്. പ്രത്യേകിച്ച് BJP അടക്കമുള്ളവർ ഈ ക്യാമ്പസിനകത്ത് വെച്ചൊരു വിദ്യാർത്ഥി പീഡനത്തിനിരയായി എന്ന വിഷയം ശക്തമായി ഉന്നയിക്കുകയാണ്. നേരത്തെ ഈ കൊൽക്കത്തയിൽ നടന്ന ഒരു സംഭവം നമ്മൾ അതിന് നടുക്കത്തിൽ നിന്ന് ഇപ്പോഴും മാറാത്തൊരു സാഹചര്യത്തിലാണ് അടുത്ത സംഭവം ചെന്നൈയിൽ നടക്കുന്നത്. രാജ്യത്ത് സ്ത്രീകൾ സുരക്ഷിതരല്ല എന്ന വലിയ സന്ദേശം നൽകുകയാണ് ഇത്തരം അക്രമ സംഭവങ്ങൾ. ഇതിനെതിരെ വ്യാപക പ്രതിഷേധം തമിഴ്നാട്ടിൽ മുഴുവൻ വരികയാണ്. വരും ദിവസങ്ങളിലും ശക്തമായ പ്രതിഷേധം ഉണ്ടാകും എന്ന് വ്യക്തമാണ്. ഏതായാലും ഒരാളെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് എന്ന് ചെന്നൈ പോലീസ് വ്യക്തമാക്കുന്നു. അയാളെ ചോദ്യം ചെയ്തു വരികയാണ്. കൂടുതൽ അറസ്റ്റുകൾ പെട്ടെന്ന് തന്നെ ഉണ്ടാകുമെന്ന് പോലീസ് വ്യക്തമാണ്. അതേസമയം
പ്രതികളെ ഉടനെ അറസ്റ്റ് ചെയ്യണമെന്നും ഇത് പെട്ടെന്ന് തന്നെ ഇതിൽ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യം ശക്തമാണ്. തമിഴ്നാട്ടിലെ ക്രമസമാധാന നില പൂർണ്ണമായി തകർന്നു എന്ന തരത്തിലാണ് പ്രതിപക്ഷം ആക്ഷേപം ഉന്നയിക്കുന്നത്. അണ്ണാമലൈ ഈ സംഭവത്തിൽ നടുക്കം രേഖപ്പെടുത്തിക്കൊണ്ട് BJP നേതാവ് അണ്ണാമലൈ അദ്ദേഹം പ്രതികരിച്ചു. രാജ്യത്തെ തമിഴ്നാട്ടിലെ ഒരു പ്രധാന സ്ഥാപനത്തിൽ ചെന്നൈയുടെ ഹൃദയഭാഗത്തുള്ള സ്ഥലത്താണ് ഇത്തരം ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. ഇതിൽ ബന്ധപ്പെട്ട കുറ്റവാളികളെ എത്രയും പെട്ടെന്ന് അറസ്റ്റ് ചെയ്യണം എന്ന് ആവശ്യപ്പെടുന്നു. മാത്രമല്ല സ്ത്രീകൾ ഇവിടെ സുരക്ഷിതരല്ല എന്ന ബോധം വരികയാണ്. പോലീസ് ഈ ഭരണകൂടത്തെ അനുകൂലമായി നിന്നുകൊണ്ട് പ്രതിപക്ഷത്തെ അടിച്ചമർത്തുന്ന തിരക്കിലാണ്. മാത്രമല്ല തമിഴ്നാട് BJP ശക്തമായ ഒരു പ്രതിഷേധത്തിന് ആഹ്വാനം നൽകിയിരിക്കുന്നു. DMK സർക്കാരിനെതിരെ ശക്തമായ ഒരു പ്രതിഷേധത്തിനുള്ള ആഹ്വാനം നൽകി. വരും ദിവസങ്ങളിലും ഇത് കത്തിപ്പടരും എന്ന കാര്യത്തിൽ സംശയമില്ല. ഏതായാലും വിഷയം അതീവ ഗൗരവമായി എടുത്തുകൊണ്ട് തന്നെയാണ് തമിഴ്നാട് സർക്കാർ മുന്നോട്ട് പോകുന്നതെന്നാണ് ഇപ്പോൾ സർക്കാരുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ വ്യക്തമാക്കുന്നത്. ഒരാളെ പിടികൂടി കഴിഞ്ഞിട്ടുണ്ട്. ബാക്കി അന്വേഷണം ഊർജിതമാകുന്നു. പ്രത്യേക സംഘം കേസ് അന്വേഷിക്കുന്നു. പെൺകുട്ടിയെ ഇത്തരത്തിൽ വലിച്ചഴിച്ചു കൊണ്ടുപോവുകയും അതിക്രൂരമായി ഉപദ്രവിക്കുകയും ചെയ്ത പ്രതികൾക്കെതിരെ കർശന നടപടി ഉണ്ടാകും എന്ന് തമിഴ്നാട് സർക്കാർ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും പക്ഷേ ക്യാമ്പസുകളിൽ പ്രതിഷേധം മുഴുവൻ പ്രതികളെ അറസ്റ്റ് ചെയ്യുന്നതുവരെ ശക്തമായി തന്നെ തുടരും എന്നതാണ്. ആർജിക്കാത്ത മെഡിക്കൽ കോളേജിൽ നടന്ന സംഭവം ഇന്ത്യയെ രാജ്യമെമ്പാടും നടുക്കിയതാണ്. അതിന് തൊട്ടുപുറകെയാണ് ചെന്നൈയിൽ സംഭവം നടക്കുന്നത്. ഇതേപോലെ നേരത്തെ ബനാറസ് സർവകലാശാലയിലും ഒരു സംഭവം അരങ്ങേറിയിരുന്നു. അപ്പോൾ സർവകലാശാലയ്ക്കകത്ത് സുരക്ഷാ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തുക, പ്രത്യേകിച്ച് CCTVകളുടെ പ്രവർത്തനം കുറെ കൂടെ കാര്യക്ഷമമാക്കുക തുടങ്ങി നിരവധി ആവശ്യങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. പക്ഷേ ഏറ്റവും പ്രഥമമായ ആവശ്യം ഈ പ്രതികളെ പെട്ടെന്ന് തന്നെ പിടികൂടി അവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുക എന്നതാണ്. BJPയും അതുപോലെ എടപ്പാടി പളനിസ്വാമിയും ഒക്കെ ശക്തമായി ഈ വിഷയത്തിൽ രംഗത്തിറങ്ങുകയും ചെയ്യുന്നു. സരി, യെസ്, അതാണ് സാഹചര്യം. എന്തായാലും ശക്തമായ പ്രതിഷേധമാണ്. വിദ്യാർത്ഥി സംഘടനകളും വലിയ പ്രതിഷേധവുമായി രംഗത്ത് വന്നിട്ടുണ്ട്. കർശനമായ നടപടി ഉണ്ടാവണം. ഉടൻ തന്നെ ഈ യുവതിയെ പീഡിപ്പിച്ചവരെ അറസ്റ്റ് ചെയ്യണമെന്ന ആവശ്യമാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത്. அண்ணா பல்கலைக்கழகத்தில் பொறியியல் 2ஆம் ஆண்டு படிக்கக்கூடிய மாணவி தன்னுடைய சக மாணவருடன் நடைப்பயிற்சி மேற்கொண்டிருக்கும் பொழுது அந்த சக மாணவனை அடித்து மாணவியை 2 பேர் பாலியல் பலாத்காரம் செய்துள்ளனர். இது தொடர்பாக கோட்டூர்புரம் காவல் நிலையத்தில் புகார் அளிக்கப்பட்டிருக்கிறது. ஆனா இதுவரையிலும் என்ன நடவடிக்கை எடுத்தாங்க காவல்துறை அப்படின்றத தெரியல. கல்லூரி நிர்வாகமும் இதனை மூடி மறைக்கக்கூடிய வேலையை செய்யுது. கல்லூரிக்கு வரக்கூடிய பெண்களுடைய பாதுகாப்பை கல்லூரி நிர்வாகம் உத்தரவாதப்படுத்தணும். பாதுகாப்பான சூழ்நிலையை உருவாக்கணும். தமிழக காவல்துறையும் அதற்கான நடவடிக்கையை எடுக்கணும். குற்றவாளியை உடனடியாக கைது செய்யணும் என்பதை வலியுறுத்தி அனைத்து இந்திய ஜனநாயக மாதர் சங்கமும் இந்திய மாணவர் சங்கமும் இன்றைக்கு இந்த போராட்டத்தை நடத்தி நிற்கும். நேற்று பாத்தீங்கன்னா 2 மாணவர்கள் 2 காதலர்கள் பேசிட்டு இருக்காங்க. அப்படி பேசிட்டு இருக்கும் போது யாருன்னே தெரியாத ஒரு 2 நபர்கள் என்னன்னா அந்த பையனை அடிச்சு போட்டுட்டு அந்த பொண்ணை பாலியல் பலாத்காரம் பண்ணிருக்காங்க. இதுக்கான விசாரணை கமிட்டி இப்ப உள்ள நடந்துட்டு இருக்குதான். இந்த விசாரணை என்பது என்னன்னா ஒரு வெளிப்படை தன்மை இல்லாத ஒரு விசாரணையா இருக்கு. அந்த பொண்ணுக்கு நீதி கிடைக்காம மொத்தமா காலேஜ் மேனேஜ்மெண்ட்டுக்கு சாதகமா இருக்க விசாரணையா தான் இருக்கு. என்னன்னா அந்த 2 பேர் பாலியல் பலாத்காரம் பண்ண அந்த 2 பேர் யாருன்னு சொல்லி இன்னும் கூட சொல்லல. அவங்க கல்லூரி மாணவர்களானும் தெரியல, வெளியில இருந்து உள்ள வந்தாங்களானும் தெரியல. அதனால உடனடியாக இதுக்கு அந்த 2 பேரை கைது செய்யணும்ன்றதும் அது இல்லாம நடக்கக்கூடிய விசாரணை தெளிவான ஒரு விசாரணையா இருக்கணும், வெளிப்படை தன்மை இருக்க விசாரணையா இருக்கணும் அப்படின்றத எங்க கோரிக்கை வச்சு நாங்க இங்க போராட்டம் பண்ணிக்கிட்டு இருக்கோம்.